ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അനൂസ് കിച്ചൻ. ഇന്നത്തെ റെസിപ്പി ഒരു സ്പെഷ്യൽ ഫിഷ് മോളിയാണ്. നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന ഫിഷ് മോളിയിൽ നിന്നും കുറച്ച് വ്യത്യാസമായിട്ടാണ് ഇത് തയ്യാറാക്കുന്നത്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ സ്പെഷ്യൽ ഫിഷ് മോളി എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ഫിഷ് മോളി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1/4 കിലോ മീൻ എടുത്ത് വെച്ചിട്ടുണ്ട്. കറക്റ്റായിട്ട് പറഞ്ഞാൽ 270 ഗ്രാമാണ്. അതിങ്ങനെ കുറച്ച് ഒരു മീഡിയം സൈസിലുള്ള പീസസ് ആയിട്ട് കട്ട് ചെയ്ത് വയ്ക്കാം. ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞാണ് വെച്ചിരിക്കുന്നത്. പിന്നെ ഈ വെള്ള ആവോലിക്ക് പകരം നിങ്ങൾക്ക് നെയ്മീനോ പിന്നെ അയലയൊക്കെ ഉപയോഗിക്കാം. അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടം പോലെ എടുക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഈ മീന് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുരുമുളകും ഒക്കെ ചേർത്ത് മാരിനേറ്റ് ചെയ്തിട്ട് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. മീൻ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു പാത്രത്തിലോട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർക്കാം. ഇതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഒരുപാട് മസാല വേണ്ട, ചെറുതായിട്ട് കോട്ട് ചെയ്താൽ മതി. ഇനി ഇതിനകത്തേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതിനെ നല്ലൊരു പേസ്റ്റ് ആക്കി എടുക്കാം. അപ്പോൾ മസാല റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഈ മീനിൽ പുരട്ടി വെക്കാം. അപ്പോൾ മീനിൽ മസാല എല്ലാം പുരട്ടി വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് കുറച്ച് നേരം ഒന്ന് മാറ്റി വയ്ക്കാം. ആ സമയം കൊണ്ട് നമുക്ക് കറിക്ക് വേണ്ട സാധനങ്ങളൊക്കെ അരിഞ്ഞെടുക്കാം. അപ്പോൾ ഫിഷ് മോളിയുടെ കറി തയ്യാറാക്കാൻ വേണ്ടി ഞാനിവിടെ 3 ചെറിയ സവോള എടുത്തിട്ടുണ്ട്. പിന്നെ ഇത്രയുള്ളൊരു കഷ്ണം ഇഞ്ചി, ഏകദേശം ഒരു 1 ഇഞ്ച് നീളമുള്ള കഷ്ണം ഇഞ്ചിയാണ്. പിന്നെ ഒരു 3 അല്ലി വെളുത്തുള്ളി വേണം. ഇത് ചൈനീസ് വെളുത്തുള്ളിയാണ്, അപ്പം കുറച്ച് വലുതാണ്. അപ്പോൾ ചെറിയ അല്ലിയാണെങ്കിൽ ഒരു 5 എണ്ണം എടുക്കാം. പിന്നെ 2 പച്ചമുളകും വേണം. അപ്പോൾ ഇതെല്ലാം ഞാൻ തൊലിയൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ്. ഇതിനെ നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. സവോളയും പച്ചമുളകും നല്ല ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും മാത്രം ഒന്ന് ചതച്ചു എടുക്കണം. അപ്പോൾ ഇതെല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. സവോളയും പച്ചമുളകും പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചും എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 2 തണ്ട് കറിവേപ്പിലയും ഉണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് 2 തക്കാളിയാണ്. 2 നല്ല പഴുത്ത മീഡിയം സൈസിലുള്ള തക്കാളി എടുക്കാം. സാധാരണ നമ്മൾ ഫിഷ് മോളിയിൽ തക്കാളി അധികം വേവിക്കത്തില്ല, പക്ഷേ ഇതിനകത്ത് നമ്മളത് അരച്ച് ചേർക്കുകയാണ് ചെയ്യുന്നത്. അതാണ് ഈ കറിയുടെ പ്രത്യേകത. അപ്പോൾ ആദ്യം നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഈ തക്കാളി ചെറിയ പീസസ് ആയിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. ഈ തക്കാളി ഞാൻ നന്നായിട്ട് കഴുകി വെച്ചിരിക്കുന്നതാണ്. ഇനി ഇത് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം. വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. തക്കാളി വെള്ളം ചേർക്കാതെ തന്നെ നമുക്ക് നന്നായി അരച്ചെടുക്കാൻ പറ്റും. തക്കാളി നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് തേങ്ങാപ്പാലാണ്. 1.5 കപ്പ് രണ്ടാം പാൽ വേണം. പിന്നെ 1/2 കപ്പ് നല്ല കട്ടി തേങ്ങാപ്പാലും വേണം. നിങ്ങൾ ഒരു ചെറിയ നാളികേരത്തിൻ്റെ പാലെടുത്താൽ മതി. അപ്പോൾ ഫിഷ് മോളിക്ക് വേണ്ട സാധനങ്ങളെല്ലാം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കറി തയ്യാറാക്കാൻ തുടങ്ങാം. ആദ്യം നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ച മീൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനുവേണ്ടി കുറച്ച് എണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കണം. ഇനി എണ്ണ ഒന്ന് ചൂടാവട്ടെ. എണ്ണ ചൂടായിട്ടുണ്ട്. ഇതിനകത്തേക്ക് മീൻ ഇട്ട് കൊടുക്കാം. ഇത് നമ്മൾ ഒരുപാട് നേരം ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. 2 സൈഡും 2 മിനിറ്റ് വീതം, അതായത് എല്ലാം കൂടി 4 മിനിറ്റ് ഫ്രൈ ചെയ്താൽ മതി. 2 സൈഡും ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയാൽ മതിയാവും. കാരണം മീൻ വേവുന്നത് പിന്നെ കറിയിലിട്ട് നമ്മൾ തിളപ്പിക്കുന്നുണ്ട്, അപ്പോൾ വെന്തോളും. അപ്പോൾ ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയാൽ മതിയാവും. അപ്പോൾ മീനെല്ലാം എണ്ണയിലിട്ടിട്ടുണ്ട്. ഇനി ഇതൊരു 2 മിനിറ്റ് കഴിയുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞു. നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. ഇനി ഈ സൈഡും ഒരു 2 മിനിറ്റും കൂടി ഫ്രൈ ചെയ്യാം. ഈ സൈഡ് കണ്ടോ, ഇതുപോലെ ചെറുതായി ഒന്ന് ഫ്രൈ ആയാൽ മതി. ഇത് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഈ മീൻ വേറൊരു പ്ലേറ്റിലോട്ട് മാറ്റി വെക്കാം. ഇതിന് നല്ല നെയ്യ് ഉള്ള മീനാണ്, അപ്പോൾ അതുകൊണ്ടാണ് ഈ എണ്ണ ഇങ്ങനെ പതഞ്ഞു വരുന്നത്. ഇനി നമ്മൾ മീൻ ഫ്രൈ ചെയ്ത ഈ എണ്ണയിൽ തന്നെയാണ് നമ്മൾ ഫിഷ് മോളിയുടെ കറിയും തയ്യാറാക്കുന്നത്. അപ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഈ എണ്ണ ചൂടോടുകൂടി തന്നെ കുറച്ചും കൂടി വലിയൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് ഈ എണ്ണ ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾ ഫ്രൈ ചെയ്ത് കഴിയുമ്പോൾ കൂടുതൽ എണ്ണ ഉണ്ടെങ്കിൽ അത് ഫുൾ ഒഴിക്കണമെന്നില്ല. കറിക്ക് ആവശ്യമുള്ള അത്ര എണ്ണ മാത്രം ഒഴിച്ചാൽ മതി. ഇതിലേക്ക് നമുക്ക് ഒരു ചെറിയ കഷ്ണം പട്ട ചേർക്കാം, 5 ഗ്രാമ്പു, 4 ഏലക്കയും ചേർക്കാം. ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വെച്ചതും സവോളയും പച്ചമുളകും ചേർക്കാം. ഇതിനെ നമുക്ക് കുറച്ച് നേരം ഒന്ന് വഴറ്റി കൊടുക്കാം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണം മാറണം. സവോള നന്നായിട്ട് വാടുകയും വേണം. ഇതിനകത്ത് നമ്മൾ ഒരുപാട് മസാല പൊടികളൊന്നും ചേർക്കാത്ത ഒരു കറിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ പച്ചമണം നന്നായിട്ട് മാറിയിട്ടേ നമ്മൾ തേങ്ങാപ്പാലും മീനും ഒക്കെ ചേർക്കാവുള്ളൂ. അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു പച്ചപ്പ് നമുക്ക് നന്നായിട്ട് അറിയാൻ പറ്റും.
അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ആദ്യം ചേർക്കാമായിരുന്നു, ഞാനത് വിട്ടുപോയതാണ്. അപ്പോൾ വീണ്ടും ഇത് നന്നായി വഴറ്റി കൊടുക്കാം. അപ്പോൾ സവോള കണ്ടോ വാടി വന്നിട്ടുണ്ട്, ചെറുതായിട്ടൊന്ന് നിറം മാറാൻ തുടങ്ങിയിട്ടുണ്ട്. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചപ്പ് മാറിയിട്ടുമുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർക്കാം. അതിൻ്റെ കൂടെ ഒരു 2 നുള്ള് ഗരം മസാല പൊടിച്ചതും ചേർക്കാം. ഇനി ഇത് വീണ്ടും വഴറ്റി കൊടുക്കാം. ആ പൊടികളുടെയൊക്കെ പച്ചപ്പ് നന്നായിട്ട് മാറണം. ഈ പൊടികളുടെ അളവ് നിങ്ങളുടെ ഇഷ്ടം പോലെ അഡ്ജസ്റ്റ് ചെയ്ത് ചേർക്കാം. കുരുമുളക് പൊടിയൊക്കെ കുറച്ചും കൂടി കൂടുതൽ വേണമെങ്കിലും ചേർക്കാം. അപ്പോൾ പൊടികളെല്ലാം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമുക്ക് തക്കാളി അരച്ചത് ചേർക്കാം. ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇതിനെ കുറച്ച് നേരം ഇളക്കി കൊടുക്കണം. തക്കാളിയിലുള്ള വെള്ളം എല്ലാം വറ്റി അത് ആ സവോളയുടെ കൂടെ ചേർന്ന് നല്ല ഡ്രൈ ആയിട്ട് വരണം. അതിന് ശേഷമേ നമ്മൾ തേങ്ങാപ്പാൽ ചേർക്കാവുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് ആ കറിയിൽ തക്കാളിയുടെ പുളിപ്പും അതുപോലെ ആ ഒരു പച്ച ചൊവയുണ്ടല്ലോ അതൊക്കെ അറിയാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് ഡ്രൈ ആക്കി തന്നെ എടുക്കുക. അത് ഈ കറിയിൽ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കണ്ടോ, തക്കാളി ഇതുപോലെ നല്ലതായിട്ട് ഡ്രൈ ആയിട്ട് വരണം. അതെല്ലാം ആ വെള്ളം എല്ലാം വറ്റിയിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ പരുവം. ഇനി ഇതിനകത്തേക്ക് നമുക്ക് തേങ്ങാപ്പാൽ ചേർക്കാം. ആദ്യം 1.5 കപ്പ് രണ്ടാം പാലാണ് ചേർക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് അതിനകത്തേക്ക് മീൻ ചേർക്കാം. ഇപ്പോൾ കറി ഒന്ന് ചൂടാവാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന മീനിൻ്റെ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് പതുക്കെ ഒന്ന് കറിയിലോട്ട് താഴ്ത്തി വെച്ച് കൊടുക്കാം. നമ്മൾ ഫ്രൈ ചെയ്ത മീനായതുകൊണ്ട് അങ്ങനെ പൊടിഞ്ഞൊന്നും പോവില്ല. ഇതിനെ നമുക്ക് അടച്ചു വെച്ച് വേവിക്കണം. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഏകദേശം ഒരു 10 മിനിറ്റ് ആകുമ്പോൾ തന്നെ കറി നന്നായിട്ട് കുറുകി വരും. ആ മീനിൻ്റെ കഷ്ണങ്ങളെല്ലാം ആവശ്യത്തിന് വേവുകയും ചെയ്യും. അപ്പോൾ അടയ്ക്കുന്നതിന് മുന്നേ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. നമുക്കത് റെഡി ആയിട്ടുണ്ടോ എന്ന് നോക്കാം. കണ്ടോ, ഇതുപോലെ വറ്റി നല്ല കുറുകി വരണം. ഒരുപാട് അങ്ങ് വറ്റിപ്പോയിട്ടില്ല, പക്ഷേ കറി നന്നായിട്ട് കുറുകിയിട്ടുണ്ട്. മീനിൻ്റെ കഷ്ണങ്ങളെല്ലാം ആവശ്യത്തിന് വെന്തിട്ടുമുണ്ട്. ഇതിലേക്ക് നമുക്ക് 1-ാം പാൽ ചേർക്കാം. 1/2 കപ്പ് നല്ല കട്ടി തേങ്ങാപ്പാലാണ്, അത് ചേർക്കാം. ഇനി പാൻ നന്നായിട്ടൊന്ന് ചുറ്റിച്ച് കൊടുത്താൽ മതി. നമ്മൾ സ്പൂണിട്ട് ഇളക്കേണ്ട ആവശ്യമില്ല, വെന്ത മീനാണല്ലോ. ഇത് മതിയാവും. 1-ാം പാൽ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ഇത് തിളയ്ക്കേണ്ട ആവശ്യമില്ല, നന്നായി ഒന്ന് ആവി വന്നാൽ മതി. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഞാനിപ്പോൾ സ്റ്റൗ ഓഫ് ചെയ്തു. ഇനി ഇതിനകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. ഒരു ടീസ്പൂൺ, 1/2 ടീസ്പൂൺ മുതൽ 1 ടീസ്പൂൺ വരെ പച്ച വെളിച്ചെണ്ണ ഒഴിക്കുക. അതിൻ്റെ മുകളിലോട്ട് കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുക്കുക. പച്ച വെളിച്ചെണ്ണയും കറിവേപ്പിലയും ഒഴിക്കുമ്പോൾ ഈ കറിക്ക് ഒരു പ്രത്യേക ഫ്ലേവർ കിട്ടും. ഇനി ഇതൊരു 15 മിനിറ്റ് ഇളക്കാതെ അടച്ചു വെക്കുക. 15 മിനിറ്റ് കഴിയുമ്പോൾ ഈ കറി നന്നായി കുറുകി ആ ഫ്ലേവർ എല്ലാം ആ കറിയിലോട്ട് നന്നായിട്ട് വന്നിട്ടുണ്ടാവും. അപ്പോൾ അതിന് ശേഷം നമുക്കിത് സെർവ് ചെയ്യാം. ഞാനിത് 15 മിനിറ്റ് മുന്നേ റെഡിയാക്കി വെച്ച കറിയാണ്. ഇപ്പോൾ കണ്ടോ, ഇത് നല്ലതായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇതാണ് ആ കറിയുടെ പരുവം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫിഷ് മോളി റെഡി ആയിട്ടുണ്ട്. നമ്മൾ സാധാരണ ഫിഷ് മോളി തയ്യാറാക്കുന്നതിനും വ്യത്യാസമായിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. പിന്നെ കളറായാലും ചെറിയൊരു ഓറഞ്ച് കളറാണ്. നമ്മൾ ആ തക്കാളി അരച്ച് ചേർത്തത് കൊണ്ടാണ് കറിക്ക് ആ ഒരു നിറവ്യത്യാസം വന്നത്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇത് തയ്യാറാക്കി നോക്കണം. നല്ല ടേസ്റ്റിയാണ്. അപ്പത്തിൻ്റെ കൂടെ നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ ഈസ്റ്ററിന് ചെയ്ത് നോക്കാം. ഇഷ്ടപ്പെട്ടാൽ എനിക്ക് കമൻറ്റ് ചെയ്യാനും വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് വേറൊരു നല്ല റെസിപ്പിയായിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് അനൂസ് കിച്ചൺ.